നമ്മൾ ലോഗിൻ ചെയ്താൽ ഇത്രയും ഓപ്ഷനാണുള്ളത്. സെയിൽസ്, ക്രെഡിറ്റ് നോട്ട്, പിന്നെ ഇത് ഇഗ്നോർ ചെയ്യുക. ഇത് സെയിൽസ് റിപ്പോർട്ടിൽ ക്രെഡിറ്റ് നോട്ട് റിപ്പോർട്ട്, ചെക്ക്ഔട്ട്. നമ്മൾ ക്യാഷ് കൗണ്ടർ ക്ലോസ് ചെയ്യുന്നവരെ ചെക്ക്ഔട്ട് ചെയ്യും. ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ മൂന്ന് കാര്യം പറയും. ക്യാഷ് ഇന്ന്, നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റിന് അത് ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്ത ക്യാഷ് എത്രയാണ്. ഓക്കെ, നമ്മൾ ഹോമിൽ പോയിട്ട് സെയിൽസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടച്ച് സ്ക്രീൻ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ ഇവിടെ വരും. ഇവിടെ നമുക്ക് പാർട്ടീന്റെ പേരും നമ്പറും വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അത് ഇൻവോയ്സിനകത്ത് കാണിക്കും. അപ്പൊ നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ രണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ നമ്മൾ ഉണ്ടാക്കി. ഇനി ബാങ്ക് ആണെങ്കിൽ ജസ്റ്റ് ബാങ്ക് എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്യാഷ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ കാർഡ് അല്ലെങ്കിൽ വേറെ വിസ, മാസ്റ്റർ കാർഡ്, വാട്ടെവർ പേയ്മെന്റ് ഗേറ്റ് അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇത് ബാങ്കാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഹോമിൽ പോയി നമ്മൾ റിപ്പോർട്ട്സ് പോയത് കാണാം. സെയിൽസ് റിപ്പോർട്ട് പോയാൽ 3 ട്രാൻസാക്ഷൻ, അതിൽ ഇത് 2 ക്യാഷ് ആണ്. ഇത് ക്യാഷ് ലെഡ്ജറിനെ എഫക്ട് ചെയ്ത്, ഇത് ക്യാഷ്, ഇത് ബാങ്ക് ആണ്, ബാങ്ക്. അപ്പൊ ഇവിടെ നമുക്ക് ഹോമിൽ പോയിട്ട് ഇതിന്റെ ടോട്ടലാണ് ഇപ്പൊ നമുക്ക് ക്യാഷ് ആയിട്ടുള്ളത്. അതായത് 166.75 പ്ലസ് ഇത്, ഈ 2 നമ്മൾ ക്യാഷ് ആയിട്ടുള്ളത്, അതായത് ക്യാഷ് ഡ്രോയറിലുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുന്നവരെ അത് മെൻഷൻ ചെയ്യാം അവിടെ. അപ്പൊ നിങ്ങൾ ക്യാഷ് ഇനീഷ്യലി ഒരു ക്യാഷ് ഇട്ടുണ്ടാവും ചിലപ്പോ. ഓക്കെ, ചിലപ്പോ ഒരു 1000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു മോർണിംഗ്. ക്യാഷ് ചിലപ്പോ ഇൻ ബിറ്റ്വീൻ വന്നിട്ട് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഓക്കെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1000 ഡെപ്പോസിറ്റ് ചെയ്തു, 500 റിമൂവ് ചെയ്തു. അപ്പൊ ഈ കൗണ്ട് ചെയ്ത ക്യാഷ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഫിസിക്കൽ ക്യാഷ് കൗണ്ട് ചെയ്താൽ അത് എത്രയാണെന്ന് ഇവിടെ കൊടുക്കാം. അപ്പൊ ഇത് എത്ര വരാന്ന് വെച്ചാല് ഇതിന്റെ ഇതില്ലേ, ഇതിപ്പോ നമുക്ക് ഈ സെയിൽസിന്റെ ടോട്ടൽ ഇത് പ്ലസ് ഇത്, $166.75 പ്ലസ് ഈ എമൗണ്ട്. ഇതാണ് നമ്മളെ ആക്ച്വൽ സെയിൽസ് ക്യാഷ്. അപ്പൊ ഇവിടെ നമുക്ക് ആ എമൗണ്ട് ഇത് കൂടാതെ എഴുതും. അതായത് 1000 ഡെപ്പോസിറ്റ് ചെയ്ത് 500 എടുത്തു. അപ്പൊ ഇതിനകത്ത് 500 അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എത്രയും 500 പ്ലസ് 477, ഇപ്പൊ 977 ആയി. അപ്പൊ ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള ക്യാഷ്. ഇവിടെ ഡിഫറൻസ് 0 ആണ്. ഇതാണ് ക്യാഷ്. അതായത് നമ്മൾ 1000 ഡെപ്പോസിറ്റ് ചെയ്തു, 500 എടുത്തു. ഇത്ര സെയിൽ ഉണ്ട്, ക്യാഷ് സെയിൽ. ബാങ്കിൽ ഇത്ര ഉണ്ട്. ഓക്കെ, ടോട്ടൽ സെയിലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു, ഈ ടൈമിൽ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്തു. കമന്റ് ഉണ്ട് ഇവിടെ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് അടുത്ത സെയിൽ നടത്തുകയാണെങ്കിൽ സെയിം ഇതേപോലെ ഓക്കെ, ഞാൻ വീണ്ടും ക്യാഷ് സെലക്ട് ചെയ്തു. ഒരു 2 സെയിൽ ഉണ്ടാക്കണേ. ചൂസ് ചെയ്യാം. ഇവിടെ ക്യാഷ് സെലക്ട് ചെയ്തു. 2 സെയിൽ ക്രിയേറ്റ് ചെയ്തു. ലാസ്റ്റ് ചെക്ക്ഔട്ടിന് ശേഷം 2 സെയിൽ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ സെയിൽസ് റിപ്പോർട്ട് കാണാം. ഈ 4 5 ഞാൻ ക്രിയേറ്റ് ചെയ്തു. ലാസ്റ്റ് ഇത് ചെക്ക്ഔട്ട് ചെയ്ത് ഇതിന് ചെക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഇത് ടോട്ടൽ നമ്മൾ പിന്നെ വന്ന സെയിൽ ഇതാണ് 138 പ്ലസ് 276.
ഇപ്പം 414 സെയിൽ നടന്നുണ്ട്, അതായത് ലാസ്റ്റ് ചെക്കൗട്ടിന് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഇനിയും ചെക്കൗട്ട് ചെയ്യുന്നേരം അതിൽ ക്രെഡിറ്റ് നോട്ടിന്റെ ക്രെഡിറ്റ് നോട്ട് ആക്കാം നമുക്ക്. ഇവിടെ മെൻഷൻ ചെയ്യാം ക്രെഡിറ്റ്. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ട് ആക്കണം. ഒരു ക്രെഡിറ്റ് നോട്ട് ആക്കി. ഓക്കെ, ഇത് ക്യാഷ് ആണെന്ന് വിചാരിക്കും. ക്യാഷ് 115. സോ ഇതിൽ നമുക്കിപ്പോ ക്യാഷ് ബാലൻസിൽ ഇതാണ്. ഇതൊന്നും ഇത് മൈനസ് ചെയ്യണം. 115 ഇപ്പോൾ ഉള്ള ക്യാഷ് ബാലൻസ് 299 ആണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഉള്ള ക്യാഷ്, ലാസ്റ്റ് എത്ര വന്ന ഇവിടെ ലാസ്റ്റ് ക്യാഷ് ചെക്കൗട്ട് ലോഗ് നോക്കിയാൽ മതി. ക്യാഷ് ബാലൻസ് ഇതാണ്. ഇത് പ്ലസ് അതിനുശേഷമുള്ള സെയിൽ ഇത്. അപ്പൊ ഇതിന്റെ കൂടെ അതുകൂടെ ആഡ് ചെയ്യണം, അതായത് ലാസ്റ്റ് ക്യാഷ് ബാലൻസ്. ഇതാണ് നമ്മളെ ക്യാഷ് ബാലൻസ് ഉണ്ടാവുക. നമ്മൾ കൗണ്ടഡ് ക്യാഷ് ഇതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുന്നേരം ഈ കൗണ്ടഡ് ക്യാഷ് കോമ ആക്സെപ്റ്റ് ചെയ്യില്ല, കോമ റിമൂവ് ചെയ്യണം. ഓക്കെ, കൗണ്ടഡ് ക്യാഷ് കൊടുത്തിട്ട് ജസ്റ്റ് ഇപ്പൊ 0 ആണ് കണ്ടേ. ഇവിടെ ഡിഫറൻസ് ഒന്നുമില്ല, കാരണം ഇതാണ് കൗണ്ട് ചെയ്ത ക്യാഷ്. കാരണം ടോട്ടൽ സെയിൽ ഇത്രയും നടന്നുള്ളൂ. ക്രെഡിറ്റ് നോട്ട് കഴിച്ച് ഇത്രയാണ് ക്യാഷ് വന്നത്. പിന്നെ പ്രീവിയസ് ക്യാഷ്, അതായത് ക്യാഷ് ബാലൻസ്, ലാസ്റ്റ് ക്യാഷ് ബാലൻസും ഇതും കൂട്ടിയതാണ് ഇത്. അപ്പൊ ഇനി നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വാല്യൂ ഇട്ടാൽ അതിന്റെ ഡിഫറൻസ് അവിടെ കാണിക്കും. അപ്പൊ നമുക്കിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സെയിൽ നടത്തി. ഓക്കെ, ഈ ഒരു സെയിൽ ഞാൻ നടത്തി. അപ്പൊ എന്റെ പ്രീവിയസ് ക്യാഷ് ബാലൻസ് എത്രയുള്ള ഇതാണ് 80 സംതിങ്. ഓക്കെ, ഇത് കുറവാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നേരം അത് ഓക്കെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വിചാരിക്കാം. അതിനുശേഷമുള്ള സെയിൽ നമ്മൾ എൻറ്റർ ചെയ്തില്ല, ഈ എമൗണ്ടിനെ എൻറ്റർ ചെയ്യും. കൗണ്ടഡ് ക്യാഷ് ഇതാണ്, ആ ഒരു സെയിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ലായിരിക്കും. അപ്പൊ അതിവിടെ കാണിക്കും, അത് മിസ്സിംഗ് ആണെന്ന് കാണിക്കും. കാരണം ഈ 18 സെയിൽ നടന്നല്ലോ, അതിവിടെ ഇതായില്ല. ഓക്കെ, ക്യാഷ് ഡിഫറൻസ് ഇവിടെ കാണിക്കും. ക്യാഷ് ബാലൻസ് ഇതാണ് കാണേണ്ടത്, ഇത്രേ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് അത് കൊടുത്താൽ മതി. ഈ ക്യാഷ് ബാലൻസ് ആണ് കാണിക്കുന്നത്. കറക്റ്റ് ക്യാഷ് ബാലൻസ് കറക്റ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് ആ എമൗണ്ട് ഫിഗർ ഇട്ടാൽ അത് കറക്റ്റ് ആയിട്ട് പിന്നെ 0 ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ക്യാഷിന്റെ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. എക്സസ് മണി ആണെങ്കിൽ ഇപ്പൊ മറന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സെയിൽ നടത്തി, ഈ സെയിൽ നടത്തി. ഓക്കെ, അപ്പോൾ ഉള്ളത് നമ്മള് 74.5 ഒരു സെയിൽ നടത്തി. അപ്പൊ നമ്മള് ലാസ്റ്റുള്ള ഇതാണ് 74.5. ഇത് നമ്മള് സെയിൽ നടത്തി. അപ്പൊ ഇത്ര കാണണം. അപ്പൊ കൗണ്ടർ ക്യാഷ് ഇതാണ്. പക്ഷെ നമ്മളൊരു 500 രൂപ ഇതിനകത്ത് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതുകൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടണം. കൗണ്ടർ ക്യാഷിനകത്ത് ഒരു 500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടെ ഇതിനകത്ത് വരണം. അപ്പൊ ഇത് 1931 വരണം. നമ്മൾ കുറച്ച് ഇട്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കും, 500 ഡിഫറൻസ് കൂടെ കാണിക്കും. ഇതാണ് ശരിക്കും കാണേണ്ടത്. ഈ എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് ആണ്, ഈ എമൗണ്ട് ഇട്ട് കൊടുത്താൽ മതി.